UDF എന്നുള്ളൊരു ആ ഒരു ടേം തന്നെ ഞാൻ ഓർക്കുന്നത് തന്നെ ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴാണ്. കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടിയ ആ ഒരു ടൂറിസത്തിൻ്റെ ഇത് നമ്മൾ നോക്കണം. നമുക്ക് തെങ്ങ് വികസന കോർപ്പറേഷന് എന്തോ ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആമ വളർത്തൽ, ഇതൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഹിന്ദുക്കൾ എന്ത് ചെയ്താലും അത് മതമില്ല കേട്ടോ, ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് വലുത് മനുഷ്യനാണ് എന്നതും. ബാക്കി രണ്ട് മതക്കാർ ഇവിടെ എന്ത് ചെയ്താലും അവിടെ മതം കണ്ടെത്തുകയും ചെയ്യുന്നൊരു പ്രത്യേക തരം ഒരു വികാരമുള്ളൊരു പാർട്ടിയും കൂടിയാണ് ഈ LDF എന്ന് പറയുന്നത്. വർഗീയത തുടച്ചു മാറ്റും. പറയട്ടെ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ ഈ പോയിന്റ്. വർഗീയത ഞങ്ങൾ തുടച്ചു മാറ്റിക്കൊണ്ട് മുന്നേറും എന്നാണ് പറയുന്നത്. അതായത് ഇല്ലാത്തൊരു സംഭവം, കേരളത്തിൽ ഇല്ലാത്തൊരു സംഭവം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും ഇല്ലാത്തൊരു സാധനത്തെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നതാണ് അവർ പറയുന്നത്. ഇവിടെ വർഗീയതയില്ല. ഇപ്പോൾ വേടനെ പോലെ ഒരു കലാകാരൻ ഇങ്ങനെ ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കുന്നു എന്നുള്ളൊരു അക്യൂസേഷൻ വന്നൊരു ആളാണ്. ഇവിടെ വർഗീയത ഇല്ലല്ലോ. പണ്ട് നടന്ന കാര്യം നീ പിന്നെയും പാട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ആളുകളടുത്ത് എത്തിക്കാൻ നോക്കുന്ന എന്തിനാണ്, ആളുകളുടെ മനസ്സിൽ വിഷം കുത്തി ഇറക്കുന്ന എന്തിനാണെന്നൊരു രീതിയിൽ വേടൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ടോക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, ദിസ് ഇസ് മീനാക്ഷി, ദിസ് ഇസ് അനു. കേരളം ഒരു വലിയൊരു ഇലക്ഷൻ ചൂടിലേക്ക് വെക്കൊണ്ടിരിക്കുകയാണ് അല്ലേ മീനാക്ഷി? യെസ്. എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടും എന്താ പറയുക, LDF UDFും BJP എല്ലാം കൂടെ തകർത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, കേരള രാഷ്ട്രീയത്തിലെ ശക്തികളാണ് ഈ മൂന്നുപേര്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കുറേ ആശയങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് ഇത്തവണത്തെ ഇലക്ഷൻ ചൂട് പിടിച്ചത്. പക്ഷേ ഇപ്പോഴൊരു ക്ലാരിറ്റി വന്നിട്ടില്ലാത്ത പോലെയുണ്ട് ചിലർക്കൊക്കെ. നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ ഫ്യൂച്ചറാണ്, നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറാണ്, നല്ലൊരു നാളേക്ക് വേണ്ടിയാണ് എന്നൊന്നുമില്ല. ഇപ്പോഴും മറ്റെന്തിലൊക്കെയോ പലരും ഉടക്കിയിരിക്കുന്നൊരു ഫീലുണ്ട്. അപ്പം നമുക്ക് ഒരു ചെറിയൊരു ക്ലാരിറ്റി വരുത്താം ഈ അവസാന നിമിഷത്തിൽ, അല്ലേ? ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കണം, ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പം കറണ്ട് സ്റ്റേറ്റസിലുണ്ട്. കാരണം മറ്റ് ഇലക്ഷൻ പോലെയല്ല, ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം LDF ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നിൽക്കുന്നു. UDF ഇത്രയും നാളില്ലാതിരുന്ന ഒരു ഭരണം പിന്നെയും 10 വർഷമായിട്ട് ഇല്ലാതിരുന്നത് പിന്നെയും കൊണ്ടുവരാൻ നോക്കുന്നു. BJP ഇതുവരെ ഇവിടെ ഭരണത്തിലില്ലാതിരുന്നിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പോലെ പലതും ചെയ്യും. BJPക്ക് ഇവിടെ ഒരു ബേസ് ഉറപ്പിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. സോ ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഇലക്ഷൻ ടൈം ആയിരിക്കും. അതെ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ആദ്യം നമ്മൾ നോക്കേണ്ടത് കറണ്ട് സ്റ്റാറ്റസിനെ കുറിച്ചാണ്. ഈ മൂന്ന് പാർട്ടികൾക്കുള്ള ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ നിലവിൽ? നമ്മളിപ്പോൾ LDF മുന്നിൽ എടുക്കാം. LDF നമുക്ക് ആദ്യം എടുക്കാം. LDF ആദ്യം എടുത്താൽ നിയമസഭ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു സാന്നിധ്യം അവർക്ക് ഉണ്ട്. ഒബ്വിയസ്ലി ഉണ്ടാകും. കാരണം അവർ ഇവിടെ എന്താ പറയാ ഭരണത്തിലുള്ളത് കൊണ്ട് തന്നെ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും ലോ ആൻഡ് ഓർഡർ ആ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റുന്നതും. ഗവൺമെൻറ് തന്നെ അവരാണല്ലോ. 10 വർഷമായിട്ട് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് മറ്റൊരു എന്താ പറയാ ഹേർഡിലും ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റും. LDF ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ഷേമ വികസന പദ്ധതികൾ, കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇതൊക്കെയാണ് അവർ മുൻനിർത്തുന്നത്. കാര്യമാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഒരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും എവിടെയോ അവർക്കൊരു ചെറിയ വിയോജിപ്പ് വരുന്നുണ്ട്. കറണ്ട് ലെവൽ ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസിൽ ഒരു ചെറിയ വിയോജിപ്പ്. അതിലൊന്ന് ചിലപ്പോൾ ശബരിമല വിഷയം തന്നെയായിരിക്കാം. ശബരിമല വിഷയം അവരെ ഈ തിരഞ്ഞെടുപ്പ് ഈ ഇലക്ഷനിൽ അവരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടാവാം. അതിനുശേഷം വാങ്ങിച്ചൂട്ടിയ കടങ്ങളുടെ കണക്ക് 4 ലക്ഷം കോടിയും കണ്ട് അടുപ്പിച്ച് കടം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതും അവർക്കൊരു വികസനത്തിന് വേണ്ടി തന്നെയാണ്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് തുടക്കത്തിൽ LDF ഭയങ്കര ഫേവർ ചെയ്ത് ജനങ്ങൾ ഭയങ്കര അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു ഡീമെറിറ്റ് ആണ്. അത് അവർ ഫേസ് ചെയ്യുന്ന ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റസിൽ LDF പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം മുന്നിട്ട് നിൽക്കാൻ ഭയങ്കര സാധ്യതയുണ്ട്. അതായത് ഈ ഇഷ്യൂസ് അവർക്കെതിരെ നെഗറ്റീവ്സ് ഉള്ളപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, ആ LDF ഗവൺമെൻറ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ 85% വാഗ്ദാനങ്ങളും നടപ്പാക്കി കഴിഞ്ഞു. അതൊരു ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെ ഒരു ഗവൺമെന്റ് LDF പറഞ്ഞ പ്രോമിസസ് അത്രയും പലതും തുടങ്ങിയത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പാർഷ്യലി ചെയ്ത് തീർത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീമെറിറ്റ് ഒരു സംഭവത്തിൽ വരുമ്പം ജനങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഇപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് LDF ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ മേജർ പ്രോബ്ലം. ബാക്കിയുള്ള പാർട്ടീസ് LDFന് എന്ത് പറയാൻ കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ശരിയാണ്. ഇത് നമ്മൾ UDFിലോട്ട് വരികയാണ്. നമ്മുടെ മെയിൻ പ്രതിപക്ഷത്തിലേക്ക് വരികയാണെങ്കിൽ 2016 തൊട്ടൊന്ന് ആലോചിച്ച് നോക്കി. 2016 തൊട്ട് സത്യത്തിൽ ഇവർ ചിത്രത്തിലേ ഇല്ല, വളരെ പിന്നിലാണ്. അവർക്കൊരു ഒപ്പോസിഷൻ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അവർ യൂട്ടിലൈസ്
ചെയ്തിരുന്നെങ്കിൽ അവർ ഈ ചിത്രത്തിലില്ല എന്നുള്ളൊരു സംഭവം വരത്തില്ല. പലരും ഇപ്പം ഞാനാണെങ്കിൽ പോലും UDF എന്നുള്ളൊരു ആ ഒരു ടേം തന്നെ ഞാൻ ഓർക്കുന്നത് തന്നെ ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അതെ. LDF വരും, എല്ലാം ശരിയാവും, ഫുള്ളും ഈ റെഡ് കളർ അവരുടെ സ്ലോഗൻസ് ഒക്കെയാണ് നമ്മുടെ 10 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഇതായിട്ട് പക്ഷേ ഓട്ടത്തിൽ ഒരുപാട് പിന്നിലാണെങ്കിലും കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനും ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ വളരെ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും. ഇത്തവണത്തെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ മേൽക്കോയ്മ ഈ ലോകസഭയിലും ഈ കടന്നുപോയ ലോക്കൽ ബോഡിയിലും സംഭവിച്ചതുപോലെ തന്നെ ഒരു മേൽക്കോയ്മയോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ളൊരു വിശ്വാസത്തിന്മേലാണ് അവരുടെ സ്റ്റാറ്റസ് നിലനിൽക്കുന്നത്. വാട്ട് അബൌട്ട് BJPയുടെ BJP എന്താണ് ഉദ്ദേശിക്കുന്നത്? BJPയുടെ കറണ്ട് സ്റ്റേറ്റസ്? അവർ കേരളത്തിൽ പരമ്പരാഗതമായി വീക്ക് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും വീക്ക് ആണെങ്കിലും അവർക്ക് പുതിയൊരു ഭരണം ഇവിടെ വേണം, ഒരു ഡിഫറൻസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെതായ ഒരു സ്ട്രാറ്റജിക്കൽ മൂവാണ് ആക്ച്വലി BJP ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആണ് 2024 ആദ്യ ലോക്സഭാ സീറ്റ് അവർ പിടിച്ചു. 2024 അവർ പിടിച്ചു. പിന്നെ കേരളത്തിലെ നഗരങ്ങൾ എടുത്തു വെച്ചാൽ കേരളത്തിലെ നഗരങ്ങൾക്കുള്ളിൽ BJPയുടെ വളർച്ച ഭയങ്കര വലുതാണ്. അത് വരും കാലങ്ങളിൽ നമുക്കത് മനസ്സിലാവും, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരിക്കലും ജനങ്ങൾക്ക് ഇവിടെ ഭരണത്തിൽ ഇല്ലാതിരുന്ന ഒരു BJPയുടെ ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരിതുവരെ ചെയ്തിട്ടില്ല. സോ അത് ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓൾറെഡി LDF എങ്ങനെയാണ്, UDF എങ്ങനെയാണെന്നൊരു ഐഡിയ കേരളത്തിലുള്ളവർക്കുണ്ട്. കാരണം ഈ രണ്ട് പാർട്ടികളുമാണ് ഇങ്ങനെ ഹെറിറ്ററി പോലെ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. BJP ഒരു ന്യൂ ആൻഡ് സംഭവമാണ്. അടുത്ത് നമുക്ക് വാഗ്ദാനങ്ങളൊന്നും എടുത്തു നോക്കാം. കുറേ കാലമായിട്ട് നമുക്ക് പലരും തന്നെ കുറേ വാഗ്ദാനങ്ങളുണ്ടല്ലോ. അപ്പം അതെടുത്ത് വെച്ചാൽ LDF ചെയ്ത കുറേ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു തൊഴിലവസരങ്ങളുണ്ടായിരുന്നു, പിന്നെ ക്ഷേമ പെൻഷൻ്റെ വർധനവ്, പിന്നെ ഹൗസിംഗ് സ്കീമുകൾ, മെട്രോ, പോർട്ട് പോലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഡിജിറ്റൽ കേരളം, കിഫ്ബി വഴി അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, സ്ട്രക്ചറലി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ്, ഇതൊക്കെ ഇവരുടെ വാഗ്ദാനങ്ങളായിരുന്നു. അതൊക്കെ അവർ നടപ്പിലാക്കി. അതിലിപ്പം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അത്രയും അവർക്ക് എഫിഷ്യൻ്റ് ആവാൻ പറ്റുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി ക്ഷേമ പെൻഷനും ഫണ്ടമെൻ്റൽ ഡെവലപ്മെൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞൊരു അവരുടെ ഇത്തവണത്തെ സ്ട്രാറ്റജി അത് തന്നെയാണ്. നാം ചെയ്തത് കാണൂ, തുടരാനൊരു അവസരം കൂടി തരൂ. ഇത് തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ വെറുതെ വാഗ്ദാനങ്ങളിൽ മാത്രം വിശ്വസിക്കാതെ ഇപ്പം പല പാർട്ടികളും ഇങ്ങനെ ഒരുപാട് പ്രോമിസസ് തരും. ഒരുപാട് പ്രോമിസസിൽ മാത്രം ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ആളുകൾ വിശ്വസിക്കാതെ തന്നിട്ടുണ്ടോ, അത് എത്രത്തോളം വ്യക്തമായിട്ടാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ റാൻഡമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഡെവലപ്പ് ചെയ്യും, മറ്റത് ചെയ്യും, ഇത് ചെയ്യും, ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും. എന്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ? എന്തിനാണത് ചെയ്യുന്നത്? അത് ചെയ്യുന്നതുകൊണ്ട് നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ, യൂത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അതൊക്കെയാണ് ആക്ച്വലി പ്രോമിസസ്. അപ്പം ജനങ്ങളിപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ UDF നൽകിയ വാഗ്ദാനം ഇത്തവണ മീൻസ് കഴിഞ്ഞ 10 വർഷവും കളത്തിലില്ലായിരുന്ന UDF ഇത്തവണ നൽകുന്ന കുറേ നല്ല വാഗ്ദാനങ്ങളുണ്ട്. അതിലവർ എടുത്തു പറയുന്നത് 3000 രൂപ മാസ വരുമാനം സ്ത്രീകൾക്ക് നൽകും, അത് ഉറപ്പാക്കുന്നതാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് 3000 രൂപ മാസ വരുമാനം നൽകും. പിന്നെ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമായി കൊടുക്കുന്നു. 25 ലക്ഷം ജോലി സാധ്യതകൾ. പക്ഷെ അത് ഇവർ പറയുന്നത് ജസ്റ്റ് വാഗ്ദാനങ്ങൾ മാത്രമാണ്. LDFകാർ പറയുന്നത് കുറച്ചെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ട്. UDF പലതും തുടങ്ങി വെച്ചത് കംപ്ലീറ്റ് ചെയ്യാനും LDFന് സാധിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജി അവർ പറയുന്നത് മാറ്റം വരണം, നല്ല ഭരണം വരണം. ഇതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തവണത്തെ സ്ട്രാറ്റജി അവരുടെ. അവർ പറയുന്ന അവസരം തരൂ. BJPയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്? BJP പതിവ് പോലെ നല്ല വാഗ്ദാനങ്ങളുമായിട്ട് തന്നെയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അവർ പറയുന്നത് കേരളത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹബ്ബാക്കി മാറ്റും. മെയിനായിട്ട് അവർ കോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. കേരളത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹബ്ബാക്കി മാറ്റും. ടൂറിസം വികസിപ്പിക്കും. ടൂറിസം വികസിപ്പിക്കുമെന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടിയ ആ ഒരു ടൂറിസത്തിൻ്റെ ഇത് നമ്മൾ നോക്കണം. നമുക്ക് തെങ്ങ് വികസന കോർപ്പറേഷന് എന്തോ ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആമ വളർത്തൽ, ഇതൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റിലൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ടൂറിസം വികസനം അവർ കൊണ്ടുവരുമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകൾ ഇവിടെ കൂടുതൽ ആഴത്തിൽ. പൊതുവേ ഇവിടെ BJP ചെയ്ത ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എയിംസ് ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. അത് കുറച്ച് സംസാരമുണ്ട്, പ്രോമിസസ് നടത്തുന്നില്ല, അങ്ങനൊരു രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇവർ ഇത്തവണ BJP മുന്നോട്ട് വയ്ക്കുന്ന സ്ട്രാറ്റജി എന്താണ്? രണ്ട് മുന്നണികൾക്കും പകരം
ഒരു പുതിയ മുന്നണി. അത് ഭയങ്കര സ്ട്രാറ്റജിക്കൽ മൂവാണ്. ഇവരുടെ ആഡ്സ് നോക്കുകയാണെങ്കിലും LDFനെയും UDFനെയും ഒരേപോലെ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും അല്ലാതെ ഒരു പുതിയ ഭരണം ഇവർക്ക് തരാൻ പറ്റും, ഒരു പുതിയ കേരളം ഇവർക്ക് തരാൻ പറ്റും എന്നുള്ളൊരു സ്ട്രാറ്റജിക്കൽ മൂവാണ് ഇപ്പം BJP കൊണ്ടുവരുന്നത്. നമുക്ക് ഈ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ കഴിഞ്ഞു പോയ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും കൂടെ നോക്കാം. അതായത് കഴിഞ്ഞ തവണ LDF നൽകിയത് ക്ഷേമ പദ്ധതികൾ അത് നടപ്പാക്കി, ശക്തമായി നടപ്പാക്കിയിട്ടുണ്ട്. ക്ഷേമ പദ്ധതികൾ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിലെ പുരോഗതി, കിഫ്ബി വഴി ദൃശ്യമായ ഒരുപാട് പുരോഗതികൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ കേരളം. തൊഴിലവസരങ്ങൾ പൂർണ്ണമായും അത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. തൊഴിലവസരം ഒരു 50% മാത്രമേ നമുക്ക് ഒരു ലഭ്യത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ ഒരു 50-50 ഇപ്പോഴത്തെ ഗവൺമെൻറ് നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും കടബാധ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ വിമർശനങ്ങളുണ്ട്. 4 ലക്ഷം കോടിയോളം രൂപ നമുക്ക് വലിയൊരു കടബാധ്യത നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണോ എന്ന് പോലും അറിയാത്ത, അത് ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ചെലവാക്കിയതെങ്കിലും പിന്നെയും കടം കൂടാനുള്ള ഈ ഡെറ്റിലോട്ട് തന്നെ പിന്നെയും ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കിയില്ലെങ്കിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ജനങ്ങൾക്ക് ആ ഒരു വിയോജിപ്പ് LDF എന്ന് പറഞ്ഞൊരു പാർട്ടിയോടോ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ്റിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് UDFൻ്റെയും BJPയുടെ ആ ഒരു പോയിന്റ് പിടിച്ചിട്ട് അവർ കയറാൻ നോക്കുന്നുണ്ട്. അവരുടെ ഒരു ഭരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം വരത്തില്ല, കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ് വരും, ആ ഒരു സ്ട്രാറ്റജിക്കലി ഇതെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന പൂർണ്ണ ബോധമുണ്ടെങ്കിലും ഈ കടബാധ്യത എന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു മാൻഡ്രേക്ക് തന്നെയാണ്. നമ്മളെന്നും കൊണ്ട് നടക്കേണ്ട ഒരു സാധനം തന്നെയാണ്, നെഗറ്റീവായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട സാധനം തന്നെയാണ്. എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത് മീനാക്ഷി, ഇലക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ദിവസം നമ്മൾ ഭാവി തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ആളുകൾ എന്തിനവരെ തിരഞ്ഞെടുക്കണം, അതിനൊരു ക്ലാരിറ്റി വേണം. എനിക്കും ഇപ്പോൾ ആരും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഒരു ക്ലാരിറ്റി വേണം. ആരെ തിരഞ്ഞെടുക്കണം? മീനാക്ഷിയുടെ പക്ഷത്ത് നിന്ന് മീനാക്ഷി പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും ഇത് മാറുന്നത്. ഇപ്പം ബയസ്ഡ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം LDF പാർട്ടിയിൽ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അച്ഛൻ അപ്പൂപ്പൻ എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് ഞാനും LDF പാർട്ടിയിൽ വോട്ട് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരെല്ലാം UDF ആണ്, ഞാൻ BJPയുടെ ആളാണ്, സോ ഞാൻ അതിനെ ചെയ്യത്തുള്ളൂ, എൻ്റെ അച്ഛൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവം അല്ലാതെ കേരളത്തിൽ പൊതുവേ ഇങ്ങനെ ഒരു ബയസ്ഡ് വോട്ടിംഗ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടെ ക്രിസ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇങ്ങനൊരു കാര്യങ്ങൾ എടുക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ എന്തിന് വോട്ട് ചെയ്യണം, അത് ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടും എങ്ങനെ നാടുണ്ടാവണം, എങ്ങനെ എക്കണോമി പോകണം, എങ്ങനെ ഗ്രോത്ത് വേണമെന്നൊക്കെ എൻ്റെ പ്രയോറിറ്റി വേറെ ആയിരിക്കും, എൻ്റെ പ്രയോറിറ്റി വേറെ ആയിരിക്കും. സോ അതുപോലെ ഓരോരുത്തരുടെ പ്രയോറിറ്റി പോലെ ഇരിക്കും. ഓരോരുത്തർക്കും ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. എല്ലാവരും ചൂസ് ചെയ്യുമ്പോഴും ഒരു പ്രോപ്പർ സ്റ്റഡി ചെയ്യണം, ബയസ്ഡായിട്ട് ചെയ്യാതിരിക്കുക. പലരും ഓരോ പാർട്ടിയിൽ നിൽക്കുന്നവർ അവരെ ഫേവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ചില റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങളിൽ വരാറുണ്ട്, ഈ റിലീജിയനുള്ള ആളുകൾ, അങ്ങനെ എന്തെങ്കിലും കേരളത്തിൽ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് സിസ്റ്റം. ഒന്നൊരു ലീഡറുടെ അണ്ടറിലായിരിക്കും ഇതൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. നമ്മളിനി എത്രയൊക്കെ പറയാൻ ശ്രമിച്ചാലും രാഷ്ട്രീയം പഠിച്ചുകൊണ്ട് ഇവർ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ സ്ഥിരം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇവർ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അങ്ങനെ തുടരരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പഠിക്കണം. ഒരു പാർട്ടിയുടെ അണ്ടറിലാണെന്ന് പറഞ്ഞ് പാർട്ടിയാണ് മെയിൻ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇത് നമ്മൾ നോക്കണം. പിന്നെ ഞങ്ങൾ ആർക്കെങ്കിലും ഇപ്പം BJPയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഹിന്ദുക്കൾക്ക് കുറച്ചൊരു പ്രിഫറൻസ് കൊടുക്കുന്ന പോലെ തോന്നിയിട്ടില്ലേ? ആ ഒരു ഹിന്ദുയിസം കൊണ്ടുവരിക, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ള അവർ നാഷണൽ ലെവലിൽ സംസാരിക്കുന്ന തന്നെ ഹിന്ദുക്കൾ, അതെല്ലാ പാർട്ടിയും, അതെല്ലാം ഇപ്പൊ കേരളത്തിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFന്റെ അടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബിലീഫ് ഇല്ലാത്ത രീതിയിൽ, അത് ധാരണ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ലെങ്കിലും ഇല്ല മീനാക്ഷി, അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ധാരണയാണ്. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ ഇൻജെക്ട് ചെയ്തിരുന്ന സംഭവമാണ്. ഇവിടെ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന LDF പാർട്ടിയാണെങ്കിലും അവർക്കും ചായവുണ്ട്, വ്യക്തമായ ചായവുള്ളൊരു പാർട്ടി തന്നെയാണ് LDF. ഇവിടെ ശബരിമല വിഷയം വന്നപ്പോഴും ഞാൻ എടുത്തു പറയണം കേട്ടോ, ഹിന്ദുക്കൾക്കെതിരെ എന്ത് വിഷയം വന്നാലും പാർട്ടി പറയുന്നത്, അല്ലെങ്കിൽ LDF ഗവൺമെൻറ് പറയുന്നത് മതനിരപേക്ഷമായ പാർട്ടിയാണ് ഞങ്ങളുടേത്, മതം പറയരുത് എന്നാണ് അവർ പറയുന്നത്. മതത്തിന് വേണ്ടി അവരൊന്നും ചെയ്യില്ല, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇതേ സംഭവം ഒരു ക്രിസ്ത്യൻ സഭയിലോ ഒരു മുസ്ലിം സഭയിലോ വന്നു നോക്കട്ടെ, ഇവരത് പറയില്ല, ഇവർ മിണ്ടില്ല. ക്രിസ്ത്യാനികൾക്കുള്ളിലുള്ള വിഷയങ്ങളെ കുറിച്ച് ഇവർ സംസാരിക്കില്ല. കാരണം അത് അവരുടേതായ സഭയ്ക്കുള്ളിലെ കാര്യങ്ങളാണ്. അതിൽ
ഗവൺമെൻറ് ഇടപെടുന്നത് തെറ്റാണ് എന്ന് പറയുന്ന നയം സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഹിന്ദുക്കൾ എന്ത് ചെയ്താലും അത് മതമില്ല കേട്ടോ, ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് വലുത് മനുഷ്യനാണ് എന്നതും, ബാക്കി രണ്ട് മതക്കാർ ഇവിടെ എന്ത് ചെയ്താലും അവിടെ മതം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഒരു വികാരമുള്ളൊരു പാർട്ടിയും കൂടിയാണ് ഈ LDF എന്ന് പറയുന്നത്. പിന്നെ BJP ഇങ്ങനെ പറയുന്നുണ്ട്, BJPയിലെ പല ലീഡേഴ്സും ഇങ്ങനെ ഹിന്ദുക്കൾക്ക് ഫേവർ ചെയ്ത രീതിയിൽ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂസിലായാലും ന്യൂസിലാണെങ്കിലും അവരുടെ ഒപ്പീനിയൻ അവർ പബ്ലിക്കലി കാണിക്കുന്നുണ്ട്. അപ്പോൾ LDF ഒരു ഒപ്പീനിയൻ കൊടുക്കാതെ തന്നെ ഈ ഒരു നയം തന്നെയാണ് യൂസ് ചെയ്യുന്നതാണോ പറയുന്നത്? അങ്ങനെയല്ല. BJP പണ്ട് ഞാൻ മതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം, ഇപ്പം പാർട്ടി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അവരുടെ റിലീജിയൻ വന്ന പ്രശ്നമില്ലേ? അതിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. പണ്ട് നോർത്ത് സൈഡിലൊക്കെ BJP ഗവൺമെൻറ് പണ്ട് ഞാൻ ഇത് പറയാൻ ഞാൻ പാടില്ലാത്തൊരു സംഭവമാണ്, എന്നിരുന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. പണ്ട് നോർത്ത് സൈഡിലൊക്കെ BJP ഗവൺമെൻറ് ഇലക്ഷനിൽ വിജയം കരസ്ഥമാക്കാനായിട്ട് അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയമായിരുന്നു വർഗീയത പറഞ്ഞാണ് നോർത്ത് സൈഡിലും BJP ഭരണം പിടിച്ചെടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് LDF ഉൾപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. വർഗീയത തുടച്ചു മാറ്റും. പറയട്ടെ, ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ ഈ പോയിന്റ്. വർഗീയത ഞങ്ങൾ തുടച്ചു മാറ്റിക്കൊണ്ട് മുന്നേറും എന്നാണ് പറയുന്നത്. അതായത് ഇല്ലാത്തൊരു സംഭവം, കേരളത്തിൽ ഇല്ലാത്തൊരു സംഭവം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും ഇല്ലാത്തൊരു സാധനത്തെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നതാണ് അവർ പറയുന്നത്. ഇവിടെ വർഗീയതയില്ല. എനിക്കോ എൻ്റെ വീടിന് ചുറ്റുപാടോ എൻ്റെ സൗഹൃദങ്ങൾക്കിടയിലോ എൻ്റെ സ്കൂൾ ലൈഫിലോ എൻ്റെ കോളേജ് ലൈഫിലോ ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ ഞാൻ വർഗീയത കണ്ടിട്ടില്ല. കേരളത്തിൽ പല ജില്ലകളിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്, പക്ഷെ അവിടെ ഞാൻ വർഗീയത കണ്ടിട്ടില്ല. ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവത്തെ, ഇല്ലാത്തൊരു സംഭവത്തെ വർഗീയത തുടച്ചു മാറ്റും. വേറൊരു എക്സ്റ്റെന്റും കൂടെ ഉണ്ട്. ഇല്ലാത്തതാണോ അതോ ഉണ്ടായിട്ടും തുറന്നു പറയാനൊരു മടി കൊണ്ടാണോ? പലർക്കും ഒരു എന്താ പറയാനോ, ഈ ഒരു ഇപ്പം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ആ ഒരു രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പബ്ലിക്കലി അവർ നോർമലാണ്, പക്ഷെ ഉള്ളിൽ ആ ഒരു സെപ്പറേഷൻ എന്തായാലും ഉണ്ടാവും. വർഗീയത ഇല്ലായിരിക്കാം, പക്ഷേ ചെറിയ രീതിയിലെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടാവും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് വീടുകളിലാണെങ്കിലും ഇപ്പോഴും നമ്മൾ എന്താ പറയുക, കെവിൻ്റെ കേസൊക്കെ വെച്ചിട്ട് ഇപ്പം മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതും ഇതുപോലെ അങ്ങനത്തെ എത്രയോ കെവിന്മാരുണ്ട്. നമ്മളിപ്പം പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരേപോലെ, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ സ്കൂൾ കോളേജ് ലൈഫിലൊക്കെ ഞാൻ ക്രിസ്ത്യാനികൾ കൂട്ടുകാരുണ്ട്, മുസ്ലിംസ് കൂട്ടാകുമ്പം നമ്മൾ ഒരേ ഫുഡ് കഴിക്കും, ഷെയർ ചെയ്യും, സംസാരിക്കും, മാർക്സ് മേടിക്കുന്നതോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ചിലരുടെ പാരൻസിന് വിയോജിപ്പുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട്. പക്ഷേ ഇവരൊന്നും പുറത്ത് കാണിക്കത്തില്ല. ഇപ്പോൾ ഒരാളെ കാണാൻ ഭംഗിയില്ല, ഇയാൾ കറുത്തിരിക്കുകയാണെന്ന് പറയും, നമ്മൾ ഡയറക്റ്റായിട്ട് അവരെ വിളിച്ചത് പറയൂ. നമുക്കുള്ളിൽ കാണും ഇയാൾ ഭംഗിയില്ല, പക്ഷെ പുറമേ പറയും ആ ഒരു മീൻ ടേം നമ്മൾ ഉപയോഗിക്കില്ല. പക്ഷെ പല സത്യങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മൾ പറയത്തില്ല. ഇപ്പോൾ വേടനെ പോലെ ഒരു കലാകാരൻ ഇങ്ങനെ ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കുന്നു എന്നുള്ളൊരു അക്യൂസേഷൻ വന്നൊരു ആളാണ്. ഇവിടെ വർഗീയത ഇല്ലല്ലോ, പണ്ട് നടന്ന കാര്യം നീ പിന്നെയും പാട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ആളുകളടുത്ത് എത്തിക്കാൻ നോക്കുന്ന എന്തിനാണ്, ആളുകളുടെ മനസ്സിൽ വിഷം കുത്തി ഇറക്കുന്ന എന്തിനാണെന്നൊരു രീതിയിൽ വേടൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ടോക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും പുള്ളി പറയുന്ന ഇതെന്താണ്, കംപ്ലീറ്റ്ലായിട്ട് ഇത് വൈപ്പ് ചെയ്ത് പോയിട്ടില്ല. എന്തെങ്കിലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വർഗീയതയിലോട്ട് ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്, അല്ലാതെ വർഗീയത ഇവിടെ ഇല്ല. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴും നമുക്ക് അങ്ങുമില്ല ഇങ്ങുമില്ല നിൽക്കുന്നൊരു ടീമുണ്ട്, കോൺഗ്രസ്. അവർ LDF എന്ന ആട്ടിൻകുട്ടിയെയും BJP എന്ന ആട്ടിൻകുട്ടിയെയും തമ്മിൽ തല്ലിച്ചിട്ട് അവിടെ വീഴുന്ന രക്തം ഊറ്റി കുടിക്കുന്ന ഒരു കോൺഗ്രസ് എന്നായ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരും കൂടെ പ്രതികരിക്കേണ്ട സമയം കടന്നിരിക്കുന്നു. ഇവരെപ്പോഴും ഒരു കൂട്ടിനകത്ത് കയറി ഇരിക്കുകയല്ല, ഇവിടെ എന്തെങ്കിലും നടന്നിട്ട് മിച്ചം വരുന്ന തിന്നാനായിട്ട് പ്രതികരിക്കണം. കേരളത്തിൻ്റെ നല്ല നാളേക്കായിട്ട് പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാതെ നിങ്ങൾ കേരളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യൂ. നിങ്ങൾ രാഷ്ട്രീയക്കാരാണ്, നിങ്ങൾ കേരളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യൂ. നിങ്ങൾ കേരളത്തിൻ്റെ നല്ലതിന് വേണ്ടി പരിശ്രമിക്കൂ. അല്ലാതെ നിങ്ങളുടെ സീറ്റുകൾ നിലനിർത്താനായിട്ട്, നിങ്ങളുടെ പാർട്ടിക്കുള്ളിലുള്ള നിങ്ങളുടെ സീറ്റുകൾ നിലനിർത്താനായിട്ടല്ല. നിങ്ങൾ LDFനെതിരെ പോരാടൂ, ജനങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ BJPക്കെതിരെ പോരാടൂ, ജനങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്കെതിരെ തന്നെ പോരാടൂ, ജനങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ ഇത്രയും 100% ലിറ്ററസി ഒക്കെ ഉള്ളൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ആളുകൾ വളരെ സ്റ്റഡി ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് ബയസ്ഡ് അല്ലാത്ത രീതിയിലൊരു വോട്ടിംഗ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും കൂടെയാണത്. സാധാരണ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും വാഗ്ദാനങ്ങളെ ബേസ് ചെയ്തിട്ടല്ല, വാഗ്ദാനങ്ങളെ വിശ്വസിച്ചിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ ഇത്തവണ തന്നെ LDF വയ്ക്കുന്ന വാഗ്ദാനം വിശ്വാസം എന്നതാണ്, UDF വയ്ക്കുന്നത് പ്രതീക്ഷ എന്നതാണ്. ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എന്താ പറയുക, BJP വയ്ക്കുന്നത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്.
ഇതൊക്കെയാണ് ഇവരുടെ വാഗ്ദാനങ്ങൾ. ഇതിലാരുടെ വാഗ്ദാനമാണ് പാലിക്കപ്പെടുന്നതെന്നും പാലിക്കാൻ പോകുന്നതെന്നും വിശ്വസിക്കേണ്ടതെന്നും തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആലോചിച്ച് കണ്ടറിഞ്ഞ് ഉപയോഗിക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്കാണ് പറയാനുള്ളത്. നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ബയസ്ഡ് ആണോ? ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? എല്ലാം നിങ്ങളുടെ ഒപ്പീനിയനാണ്. സോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് യുവർ ഒപ്പീനിയൻസ്.